ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ലോഞ്ചർ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങളൊരു പ്രോ ലെവലായുള്ള രീതിയിൽ ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. എന്തിനായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന 5, അതായത് നിങ്ങളൊരു ബേസിക് ലെവലായുള്ള രീതിയിൽ ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയുള്ള 5 ലോഞ്ചറാണ് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 5 ലോഞ്ചറിൽ 3 എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. അതായത് ഡാർക്ക് തീം എനേബിൾ ചെയ്തിടുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു 3 ആപ്ലിക്കേഷനുകളുണ്ടാവുക. നിങ്ങൾക്ക് വേറെ ഐക്കണോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക KWGT അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ലോഞ്ചർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഹോം സ്ക്രീൻ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 3 ആപ്ലിക്കേഷനുകളാണ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞു തരാൻ പോകുന്ന 3 ആപ്ലിക്കേഷനും വളരെ മിനിമലായുള്ള ആപ്ലിക്കേഷനുകളാണ്. അതായത് കാണാൻ ഭയങ്കര ഒരു മിനിമലായുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ 3 ലോഞ്ചർ ആപ്ലിക്കേഷനുകൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ബാക്കി 2 ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കസ്റ്റം ചെയ്യണം. അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് ഐക്കണുകളൊക്കെ യൂസ് ചെയ്യണം. അതായത് നിങ്ങൾ തേർഡ് പാർട്ടി ഐക്കൺ ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ വാൾപേപ്പറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് കസ്റ്റമൈസേഷൻ ആ ഒരു ലോഞ്ചറിൽ ചെയ്യാനുള്ളത്. അതൊന്നും ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ആ 2 ആപ്ലിക്കേഷനുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോഞ്ചർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് വളരെ മിനിമലായുള്ളൊരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ വളരെ മിനിമലായുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളുള്ളൂ. അതായത് ഡാർക്ക് തീം എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈറ്റ് തീം എനേബിൾ ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനുകൾ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. അതായത് ഇത് നമുക്ക് ഐക്കണ് കാര്യങ്ങളൊന്നും കാണിച്ചു തരില്ല, മറിച്ച് ടൈറ്റിലുകൾ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അതായത് ആ ഒരു ആപ്ലിക്കേഷനുകൾ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുണ്ടോ അതിൻ്റെ ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ഐക്കണോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പം ആ ഒരു രീതിയിൽ മിനിമലായുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ലോഞ്ചറിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോഞ്ചർ ലോഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങൾ അവർ ഡീഫോൾട്ടായിട്ട് ചോദിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം നിങ്ങൾക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ലോഞ്ചറിൻ്റെ സെറ്റിങ്സിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. അതാണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ലോഞ്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഡെയിലി വാൾപേപ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സമയത്ത് നിങ്ങൾ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്ത ശേഷം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ വാൾപേപ്പർ ഇങ്ങനെ മാറിക്കൊണ്ട് വരുന്നതായിരിക്കും. അത് ആ ഒരു ലോഞ്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഫീച്ചറാണ്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ലോഞ്ചർ ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ലോഞ്ചർ എന്ന് പറയുന്നത് ഇൻഡിസ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ലോഞ്ചറാണ്. അപ്പം അതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെയാണ് വളരെ മിനിമലായിട്ട്, അതായത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ലോഞ്ചർ എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അധികം ഒന്നും ചെയ്യാണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീഫോൾട്ടായുള്ള അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ലോഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മിനിമലായുള്ള രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലോഞ്ചറാണ്. അപ്പം ഈ ഒരു ലോഞ്ചറിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര ഇൻഡിസ്ട്രാക്റ്റീവായുള്ള ഒരു ലോഞ്ചറാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഹോം സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു ലോഞ്ചറിൻ്റെ ഏകദേശം ഒരു മിനിമലായുള്ള സെറ്റിങ്സും കാര്യങ്ങളാണ് വരുന്നത്. വൈറ്റ് തീം ആയിരിക്കും ആദ്യം കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് ഡാർക്ക് തീമിലേക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീച്ചേഴ്സ്, അതായത് നിങ്ങൾക്ക് ഇപ്പം കലണ്ടർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം, വെതർ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് അത് ഓൺ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടം മാത്രം ആ ഒരു ഹോം സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ സെറ്റിങ്സിനായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് വരുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാമെന്നുള്ളൂ. അതുപോലെ ഫോണ്ട് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും, വാൾപേപ്പർ മാറ്റാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടെ ആ ഒരു ലോഞ്ചറിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലോഞ്ചർ തന്നെയാണ് ഈ ഒരു ഇൻഡിസ്ട്രാക്റ്റീവ് ലോഞ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ലോഞ്ചറിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ നത്തിങ് ഒക്കെ പോകേണ്ടി അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഡിസ്ട്രാക്റ്റബിൾ ലോഞ്ചറിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ വാൾപേപ്പർ നിങ്ങൾ അതിൻ്റെ രീതിയിലുള്ള, അതായത് ആ ഒരു ലോഞ്ചറിനെ സെറ്റാകുന്ന രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ലോഞ്ചർ എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാമത്തെ ലോഞ്ചർ എന്ന് പറയുന്നത് നയഗ്ര ലോഞ്ചർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ മിനിമലായുള്ള ഒരു ലോഞ്ചറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഐക്കൺസും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് കൂടെ തന്നെ അതിൻ്റെ ആ ടൈറ്റിൽസും വരുന്നുണ്ട്. അപ്പം വളരെ മിനിമലായിട്ടാണ് അതിൻ്റെ UIയും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്പ് ഡ്രോവറൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലായുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലിസ്റ്റ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഹോം സ്ക്രീനിലേക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ വേണം, എത്ര ആപ്ലിക്കേഷൻ വേണം, അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. കുറച്ചുകൂടെ മിനിമലായുള്ള ഒരു ലോഞ്ചറാണ്. അതുപോലെ കുറച്ചും കൂടെ തീംഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ പറഞ്ഞ 2 ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, മുമ്പ് പറഞ്ഞ 2 ആപ്ലിക്കേഷനുകളിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു
ഒരു ലോഞ്ചർ തന്നെയാണ് നയഗര ലോഞ്ചർ എന്ന് പറയുന്നത്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി പറയാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഫ്രീഡം, അതായത് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം തരുന്ന 2 ലോഞ്ചർ ആപ്ലിക്കേഷനുകളാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മൾ ബേസിക്കായിട്ട്, അതായത് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം. അതായത് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന മാതിരി നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്താൽ മാത്രമാണ് ആ ലോഞ്ചർ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ലോഞ്ചർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലോഞ്ചർ അല്ല, നമ്മുടെ 4ാമത്തെ ലോഞ്ചർ എന്ന് പറയുന്നത് ലോഞ്ചർ 12 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ആ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഞ്ചറിൻ്റെ UIയും കാര്യങ്ങളും അതിനകത്ത് വരും. പക്ഷേ നമുക്ക് ഹോം സ്ക്രീൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് KWGT അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ പാക്ക് കാര്യങ്ങളുണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഒരു 5 ലോഞ്ചർ പറഞ്ഞ സമയത്ത് ഇതും കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മുടെ 4ാമത്തെ ലോഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ 5ാമത്തെ ലോഞ്ചർ എന്ന് പറയുന്നത് നോവ ലോഞ്ചറാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങളൊരു കസ്റ്റമൈസേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ഒരു ലോഞ്ചർ നോവ ലോഞ്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിലാണ് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്, എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. എല്ലാ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ, അതായത് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നോവ ലോഞ്ചർ അല്ലെങ്കിൽ ലോഞ്ചർ 12 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള 2 ലോഞ്ചേഴ്സാണ് കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്നത്, അതായത് ഒരു പ്രോ ലെവൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യുന്ന ലോഞ്ചർ എന്ന് പറയുന്നത് നോവ ലോഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോവ ലോഞ്ചറും ഇതുപോലെ തന്നെ ഈ ലോഞ്ചർ 12 യൂസ് ചെയ്യണ പോലെ തന്നെ നമുക്ക് KWGT അതുപോലെ ഐക്കൺ ബാക്സ് അങ്ങനത്തെ കുറച്ച് തേർഡ് പാർട്ടി വേറെ ആപ്ലിക്കേഷനുകളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോഞ്ചർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹോം സ്ക്രീൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 2 ലോഞ്ചേഴ്സും യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളൊരു ബേസിക്കായിട്ട് ഇങ്ങനെ ഹോം സ്ക്രീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് 2 അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 5 ലോഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്യേണ്ട, അതായത് നിങ്ങൾക്ക് ഒന്നിലധികം കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലോഞ്ചർ യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇൻഡിസ്ട്രാക്റ്റബിൾ ലോഞ്ചർ എന്ന് പറയുന്ന ആ ലോഞ്ചറോ അതല്ലെങ്കിൽ നയഗര ലോഞ്ചറോ യൂസ് ചെയ്യാം. അത് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മിനിമൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അധികം സെറ്റിങ്സോ കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ നല്ല രസമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാന്നുള്ളൂ. അതിന് കാരണമുണ്ട്, നമ്മളെല്ലാ ബുധനാഴ്ചയും ഇതുപോലത്തെ ഹോം സ്ക്രീൻ സെറ്റപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ടിപ്സ് ട്രിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരിക്കും ബുധനാഴ്ചകളിൽ ചെയ്യുന്നത്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.